കോഴിക്കോടാണ് അല്ലേ? കോഴിക്കോട് കോഴിക്കോട്. അവിട്ട നക്ഷത്രം. ആ, അവിട്ട നക്ഷത്രമാണ്. ലഗ്നം ധനുവാണ്. അവിട്ട നക്ഷത്രമാണ്. ധനുർ ലഗ്നം. അതെ അതെ, ധനുർ ലഗ്നമാണ്. വയസ്സ് 31 അല്ലേ? 31. ചന്ദ്രന്റെ കൂടെ ശനിയുണ്ട്. എനിക്ക് ചന്ദ്രൻ ശനിയുടെ ഒരു ഫലം അറിയണമെന്നുണ്ട്. ലഗ്നത്തിലെ 7 ചൊവ്വയുണ്ട്. ലഗ്നാല് 7 ചൊവ്വയുണ്ട്. ചന്ദ്രാൽ 7 ശനിയുണ്ട്. ചന്ദ്രാൽ 8 ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. 8 11 ഗുരുശുക്രന്മാര് രാഹു അല്ലേ? എന്താണ് അറിയേണ്ടത്? വിവാഹമാണോ? വിവാഹം അറിയണം. പിന്നെ എനിക്ക് ശനിദശ എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ട്. ഇപ്പോഴും ഗുരുദശയാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ശനിദശ നല്ലതായിരിക്കോ എന്നറിയണം. ശനിദശ നന്നായിരിക്കും. കൂടിയിരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ശനി ചന്ദ്ര യോഗം മൂന്നില്? അല്ല, അതൊന്നും കുഴപ്പമില്ല. ഗുരുവിന്റെ ദൃഷ്ടിയിലാ ശനി നിൽക്കുന്നത്. കുഴപ്പമുണ്ടാവില്ല അല്ലെ? 1 ഡിഗ്രിയിലാ ചന്ദ്രൻ, 14 ഡിഗ്രിയിൽ ശനി, 18 ഡിഗ്രിയിൽ ഗുരുവിന്റെ ദൃഷ്ടിയുണ്ട്. ശനിദശ നന്നായിരിക്കും. നന്നായിരിക്കും അല്ലേ? സാമ്പത്തികമായിട്ടൊക്കെ ഉയർച്ച ഉണ്ടാവും. ശനി ഉപജയസ്ഥാനത്തിലാണ്. കുറച്ചൊന്ന് ഡിലേ ആയിട്ട് ശനിയുടെ അവഹാരമൊന്നും ചിലപ്പോൾ ഗുണം ചെയ്യില്ല, ഒന്ന് ഡിലേ ആവും. പക്ഷെ എന്നാലും ശനിദശ നന്നായിരിക്കും. ശനിദശ നിങ്ങൾക്ക് നല്ല അനുഭവം ഉണ്ടാവും. 2, 3 ഭാവാധിപത്യം ആയതുകൊണ്ട് ധനപരമായിട്ട് 2ാം ധന ആധിപത്യമുള്ള ഗ്രഹമാണ്. അതിന്റെ ഒരു ഗുണം ഉണ്ടാവും. പൊതുവെ ശനിദശ വലിയ ദോഷം ഉണ്ടാവില്ല, നല്ലതായിരിക്കും. ശനി വക്രം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവും? അതൊന്നും കുഴപ്പമില്ല. സൂര്യന്റെ 5 മുതൽ 9 വരെ രാശികളിൽ നിൽക്കുന്ന ചൊവ്വ, ശനി, ഗുരു, ഇത് 3ഉം വക്രത്തിൽ തന്നെ ഓടുക. അത് അത്ര വലിയ റിസൾട്ട് അല്ല. വക്രത്തിന് അത്ര വലിയ കാര്യമായിട്ട് ചേഷ്ടാബലത്തിലൊരു ബലമായിട്ടാണ്. സ്ഥാനബലം, ദിഗ്ബലം, ദൃഗ്ബലം, അങ്ങനെ 6ാമത്തെ ബലത്തിൽ വരുന്നതാണ് ഈ വക്രം എന്ന് പറയുന്നത്. കാലായന ചേഷ്ടാബലം എന്ന് പറയുന്നതിൽ ചേഷ്ടാബലത്തിൽ വരുന്നതാണ് ഒരു വക്രം എന്ന് പറയുന്നത്. അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ട. ശനി സ്വക്ഷേത്ര ബലവാനാണ്, 3ല് ഉപജയസ്ഥാനത്താണ്. അതിൻ്റെയൊക്കെ ഗുണം ഉണ്ടാവും. മാത്രമല്ല ഗുരുദൃഷ്ടി ചന്ദ്രയോഗം കാരണം ചന്ദ്രൻ ഏകദേശം പൗർണമിയുടെ അടുത്ത് പോകുന്ന ചന്ദ്രനായതുകൊണ്ടും നല്ല ശനിദശയായിരിക്കും. ശനിദശ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ല ദശ തന്നെയായിരിക്കും. ഗുരുദശയും 11ൽ നിന്നത് വലിയ ദോഷമൊന്നുമില്ല. പക്ഷെ രാഹുവിൻ്റെയും ശുക്രൻ്റെയും ബന്ധം വരുന്നത് ദാമ്പത്യത്തിനൊക്കെ തടസ്സമാണ്. ദാമ്പത്യ തടസ്സം, ഗുരുശുക്ര ബന്ധം വരുമ്പോൾ എപ്പോഴും ഗുരുവിന്റെ കൂടെ ശുക്രൻ 8 ഡിഗ്രിക്ക് ഉള്ളിലാണെങ്കിൽ പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു കാരകത്വം കിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡകാരകത്വം കിട്ടും, അതായത് ധനം അതൊക്കെ കിട്ടും. പക്ഷെ ഈ സന്താനം, വിവാഹം ഇതിന് തടസ്സം വരും. 13 ഡിഗ്രി 18 ഡിഗ്രി വെറും 5 ഡിഗ്രി ഗ്യാപ്പേ ഉള്ളൂ. അതാണ് ഒരു തടസ്സം. അതുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത്. വിവാഹം ഇതുവരെ ആയിട്ടില്ല. ശുക്രന്റെ വീട്ടില് 11 നിൽക്കുന്ന ഗുരുദശ നിങ്ങൾക്ക് വിവാഹം തരേണ്ടതാണ്, പക്ഷെ തന്നില്ല. 7 ചൊവ്വ മോശമായിട്ടാണോ നിൽക്കുന്നത്? 7 ചൊവ്വ ഗുരുദൃഷ്ടിയുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പിന്നെ സാർ ഇതൊന്നും അറിയണല്ലേ, 3ാം ഭാവത്തില് ശനി നിൽക്കുന്നത് അനിയന് ദോഷം ചെയ്യുമോ? ശനി ദശയില് 26 ഡിഗ്രി ചൊവ്വ എങ്ങനെയാ ഒന്നുകൂടി? 18 ഡിഗ്രി ചൊവ്വയൊക്കെ നന്നാവും. 3ാം ഭാവത്തില് ശനി നിൽക്കുന്നത് അനിയന് ദോഷം ചെയ്യോ ശനിദശ വരുമ്പോ? അനിയന് അനിയന് ശനിദശ വരുമ്പോ ദോഷം ചെയ്യും. പക്ഷെ ചന്ദ്രയോഗം ഗുരുദൃഷ്ടി ഇല്ലായിരുന്നെങ്കിൽ അത് ഉള്ള സ്ഥിതിക്ക് ദോഷം ചെയ്യില്ല. എന്നാലും നിങ്ങൾക്ക് എന്താ ഒരു കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പിടിവാശി ഉണ്ടാവും. നിങ്ങൾ പിടിച്ചത് തന്നെ മുയലിന് 4 കൊമ്പ് എന്ന് പറയും. അതായത് നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ സമ്മതിക്കില്ല, മാറ്റാൻ സമ്മതിക്കില്ല. അതാണ് ശനി ചന്ദ്രബന്ധം വരുമ്പോഴും ശനി ലഗ്നബന്ധം വരുമ്പോഴും ഉണ്ടാകുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ്. ഇത് അനുജന് കുഴപ്പം വരും ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ. ഇപ്പൊ ഒറ്റയ്ക്കൊന്നല്ലല്ലോ, ഒറ്റയ്ക്കല്ലാത്തോണ്ട് കുഴപ്പമില്ല. ഗുരുദൃഷ്ടി മാത്രമല്ല ഇത് നല്ല ദശയായിരിക്കും. അനുജനൊന്നും അത്ര വലിയ കുഴപ്പം ചെയ്യില്ല. അനുജന് കുഴപ്പം വേണമെങ്കിൽ ചൊവ്വയും കൂടി കേടുവരണം. അല്ല, ചൊവ്വ ഗുരുബന്ധം വന്നു കഴിഞ്ഞാല് ചൊവ്വക്ക് ദോഷം പോകും. ഗുരുദൃഷ്ടിയിലല്ലേ. ബുധന്റെ വീട് നന്നല്ല, ശത്രുവിന്റെ വീട്ടിലാ നിൽക്കുന്നത്. 5ാം ഭാവാധിപനാണ്. പക്ഷെ ഗുരുദൃഷ്ടി നിന്ന് കഴിഞ്ഞാല് ഗുണദോഷം ചെയ്യില്ല കേട്ടോ. മാത്രമല്ല 10ൽ നിൽക്കുന്ന ബുധനും രവി, നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്.
നല്ല ജോലി അവസ്ഥയുണ്ട്. നല്ല ജോലി തന്നെയാണ്. സർവീസ് ആണോ, ഗവൺമെന്റ് ആണോ? അല്ലല്ല, ഐ ടിയിലാണ്. ബുധൻ ഉച്ചബുധന്റെ ബലാണത്. ഉച്ചബുധനും സൂര്യനും ഐ ടി തന്നെ അത്യാവശ്യം ലീഡർ ആയിരിക്കും. നല്ല പൊസിഷനിലായിരിക്കും. അത് എന്ത് കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാല് 10 ദിഗ്ബലം ചെയ്ത് 9ാം ഭാവാധിപൻ ധർമ്മകർമാധിപ യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ഇപ്പോ വേഴത്തില് സൂര്യന്റെ അവഹാരം വരാൻ പോവാണ് മാർച്ചില്. അപ്പൊ അത് നന്നായിരിക്കും ജോലി. അതൊക്കെ നന്നായിരിക്കും. കാര്യം സൂര്യ അവഹാരം എപ്പോ വന്നാലും 9ാം ഭാവാധിപനല്ലേ. 9ാം ഭാവാധിപൻ ദിഗ്ബലം ചെയ്ത് 10 നിൽക്കുന്നോണ്ട് വളരെ ടോപ്പായിരിക്കും. സൂര്യനൊക്കെ നിങ്ങൾക്ക് ഉയർച്ച വരുന്നു. അപ്പൊ നമുക്ക് സൂര്യദശയിൽ ഇത് നോക്കാലോ, ജോലി മാറ്റം നോക്കാതെ. സൂര്യദശ വരില്ലല്ലോ. അല്ല, സൂര്യന്റെ അപഹാരത്തില് കുഴപ്പമില്ല, മാറ്റൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ സൂര്യൻ നല്ല ഉയർച്ച വരും. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അവസ്ഥ തന്നെയായിരിക്കും ഇപ്പോഴും. കാര്യം അത് ഈ ധർമ്മകർമാധിപ യോഗമുള്ള ജാതകമാണത്. 9, 10 ഭാവാധിപൻ സൂര്യൻ ദിഗ്ബലം, ഉച്ചനായ ബുധന്റെ കൂടെ വളരെയധികം ബുദ്ധിയും വളരെയധികം അവസ്ഥയും വളരെയധികം ലീഡർഷിപ്പും അത്യാവശ്യം നല്ല പോസ്റ്റും നല്ല വരുമാന സ്ഥിതിയും. കാര്യം ഗുരു 11 ലഗ്നാധിപൻ 11-ലല്ലേ. നല്ല വരുമാനമുണ്ട്, വരുമാനമുള്ള ജോലിയാണ്. നല്ല അവസ്ഥയൊക്കെ കിട്ടും. പക്ഷെ വിവാഹത്തിനാണ് ഗുരുശുക്ര യോഗം തടസ്സം വന്നുള്ളൂ. ബാക്കി എല്ലാം ഓക്കെയാണ്. വിവാഹം മാത്രമാണ് ഇപ്പോ ഇതായിട്ടിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെ നോക്കുന്നില്ല വിവാഹം. വിവാഹത്തിന് മാത്രം ഒരു ചെറിയ തടസ്സം വന്ന അത് ശനിദശയിൽ ഗുളികൻ എന്തെങ്കിലും ദോഷമുണ്ടോ? 10-ലെ ഗുളികൻ എങ്ങനെ? 10-ാം ഭാവത്തിലിരിക്കുന്ന ഗുളികന്റെ ദോഷം. ഗുളികനൊന്നും നോക്കുകയോ വേണ്ട, ഒരു ദോഷവും ഇല്ല. നോക്കണ്ട. ഗുളികനൊന്നും നോക്കുകയോ വേണ്ട. അവിടെ സൂര്യൻ ദിഗ്ബലം ചെയ്ത് ഉച്ചബുധൻ, അതായത് 10ാം ഭാവാധിപൻ ഉച്ചത്തിലും 10ാം ഭാവകാരകനായിട്ടുള്ള സൂര്യൻ ദിഗ്ബലത്തിൽ നിൽക്കുന്ന ജാതകത്തിന് ജോലിക്ക് ഒരു തടസ്സവും എപ്പോഴും വരില്ല. എപ്പോഴും വരില്ല. നിങ്ങൾക്ക് ഇനി വരുന്നത് ശനിദശയും അത് കഴിഞ്ഞ് ബുധദശയും ഒക്കെ നന്നായിരിക്കും. നന്നായിരിക്കും. ദോഷം ചെയ്യില്ല. നല്ല ജാതകമാണ് കേട്ടോ, നല്ല ജാതകമാണ്. ശനിദശയിൽ കാര്യങ്ങൾ അനുകൂലമാവും. പിന്നെ 5-ലെ കേതു ദോഷമാണ് ജാതകം. 5-ലെ കേതു ദോഷമുണ്ട്. 5-ലെ കേതു ദോഷമുണ്ട്. പക്ഷെ ഗുരുവിന്റെയും ശുക്രന്റെയും ദൃഷ്ടി ഉണ്ടല്ലോ. 5-ലെ കേതുവിന് എന്താ പറയുക, 5-ലെ കേതു അതിന് ശനി ദൃഷ്ടിയും കൂടിയും വരും. ശനി ദൃഷ്ടിയുണ്ട്. അത് സന്താന ബലത്തിന് കുറച്ച് കുറവ് കൊടുക്കുന്നതാണ് ഈ 5ാം ഭാവം എന്ന് പറയുന്ന സാധനം. ചന്ദ്രാൽ 5-ല് ചൊവ്വ, ലഗ്നാൽ 5-ല് കേതുവാണ്. ചന്ദ്രാൽ 5-ല് ചൊവ്വ, ലഗ്നാൽ 5-ല് കേതുവാണ് അല്ലേ. അത് രണ്ടും വരുന്നത് നമുക്ക് ചെറിയ സന്താന ബലത്തിന് ചെറിയൊരു കുറവ് വരും. അതാണ് വിവാഹം ഡിലേ ആവാനുള്ള ഒരു കാരണം. പിന്നെ ഈ 2-7 ഭാവങ്ങളിൽ തടസ്സവും ലഗ്നാൽ 2-ലേക്ക് ലഗ്നാൽ 7-ല് ചൊവ്വ, അത് വന്നിട്ട് ലഗ്നത്തിലേക്ക് നോക്കും, 2ാം ഭാവത്തിലേക്ക് നോക്കും. അതേപോലെ ചന്ദ്രാൽ 7-ല് ശനി ദൃഷ്ടി വരും, ചന്ദ്രാൽ 8-ലേക്ക് ചൊവ്വ ദൃഷ്ടി വരും. അങ്ങനെ വരുന്നതുകൊണ്ടാണ് വിവാഹം ഡിലേ ആവുന്നത്. 7, 8, 2 അതുപോലെ 5 ഈ ഭാവങ്ങൾക്ക് തടസ്സം വരുന്നതുകൊണ്ടാണ് വിവാഹം ഡിലേ ആവുന്നത്. അല്ലെങ്കിൽ വിവാഹ തടസ്സമുള്ള ജാതകം അല്ല അത്. പക്ഷെ ഗുരുശുക്ര യോഗവും നന്നല്ല വിവാഹത്തിന്. എന്തായാലും ശനിദശയിൽ ശരിയാവും കേട്ടോ. ശനിദശയിൽ കാര്യങ്ങൾ അനുകൂലമാവും. ശനിദശ എപ്പോഴാണ് വരുന്നത്? വരാറായോ? 37-ാം വയസ്സിൽ. 2031. കുറച്ചൊരു ഡിലേ. ഓക്കെ. എന്തായാലും ജോലിക്കൊന്നും തടസ്സമില്ല. 8ാം ഭാവാധിപൻ ചന്ദ്രൻ ശനിയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഇതിന് അഷ്ടമത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? അഷ്ടമത്തിന് എന്ത് കുഴപ്പം? ഇല്ല. ആയുസാണോ ഉദ്ദേശിക്കുന്നത്? ശനി കാരകൻ ശനിയാണ്. ആയുസിന്റെ കാരകൻ ശനി ഗുരുദൃഷ്ടിയിലും ചന്ദ്രയോഗം ചെയ്തിട്ട് ശുഭനായതുകൊണ്ട് അഷ്ടമാധിപന് ശനിബന്ധം വന്നാലും അവിടെ ഗുരുദൃഷ്ടിയുണ്ട്. അത് കാരകൻ ബലവാനായി കിട്ടും. ഒരു ഭാവം നോക്കുമ്പോ വ്യാഴം ജാതകത്തില് ബലവാനായിട്ടാണല്ലോ ഇരിക്കുന്നത്. വ്യാഴം 11-ലല്ലേ, ബലവാനാണ്. വ്യാഴത്തിന് ബലക്കുറവൊന്നുമില്ല. ശുക്രന്റെ യോഗം വരുമ്പോ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ദാമ്പത്യത്തിന് തടസ്സം വരും. 5 ഡിഗ്രിക്കുള്ളിൽ ശുക്രൻ ഗുരു യോഗം വരാൻ പാടില്ല. ധനത്തിന് ഗുണം വരും, ദാമ്പത്യ തടസ്സവും വരും. ധനഗുണം വരും, സാമ്പത്യ തടസ്സം വരും. അവിടെ രാഹുബന്ധം വരുന്നത് നന്നല്ല, ശുക്രബന്ധവും ഗുരുവിന് നന്നല്ല. പക്ഷെ അവിടെ ഗുരുവിന്റെ ദൃഷ്ടി നന്നാവും ശനീനെ നോക്കുന്നതേ. കാരകൻ ബലവാനായതുകൊണ്ട് ദീർഘായുസ് ഉണ്ടാവും. ലഗ്നാധിപന് അത്ര വലിയ കാര്യമായിട്ടുള്ള തടസ്സമൊന്നുമില്ല. ശുക്രൻ എന്തായാലും ഈ രാഹുബന്ധം വന്ന ഗുരുവിന് ശുക്രബന്ധം വരുന്നതുകൊണ്ട് ഗുരു വന്നിട്ട് വീണ്ടും ചത്ത ഗുരു വീണ്ടും ജീവിക്കും ആ ശുക്രബന്ധം കാരണം. ശുക്രൻ ബലവാനാണ് അവിടെ. 11ാം ഭാവാധിപനാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ജാതകമാണ് ഇത്. വളരെ നല്ല ഉയർന്ന നല്ല അവസ്ഥയുള്ള എല്ലാ സൗകര്യമുള്ള
അത്യാവശ്യം നല്ലൊരു ജാതക. സാറേ ഒന്നുകൂടി അറിയാറുണ്ട്. നമ്മുടെ വേഴദശയില് രാഹുവിന്റെ അവഹാരം വരുമ്പോ അത്യാവശ്യം നല്ലതായിരിക്കും. വ്യാഴദശയിൽ രാഹുവിന്റെ അവഹാരം വലിയ ദോഷം ചെയ്യില്ല. ചൊവ്വയും ചന്ദ്രനും ദോഷം ചെയ്യുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. വ്യാഴദശയിൽ ചൊവ്വയും ദോഷം ചെയ്യില്ല. വ്യാഴദശയിൽ ചന്ദ്രൻ അത്ര വലിയ റിസൾട്ട് ഉണ്ടാവില്ല. ശരിക്കും ശുക്രാപഹാരമാണ് ദോഷം വരിക. അപ്പൊ നിങ്ങക്ക് നടക്കുന്നത് എന്താ? ഇപ്പൊ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്, പൈസക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. ഇത് ഈ ശുക്രാപഹാരം നന്നായിട്ട് ബുദ്ധിമുട്ടും. നന്നായിട്ട് ബുദ്ധിമുട്ട്. ശുക്രാപഹാരം തുടങ്ങിയത് മുതൽ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. അത് കഴിയുന്നത് വരെ ബുദ്ധിമുട്ടാണ്. സൂര്യാപഹാരം വന്നാലേ നിങ്ങൾക്ക് ഇനി കാര്യങ്ങൾ അനുകൂലമാവുള്ളൂ. ശുക്രാപഹാരം കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അത് തുടങ്ങാൻ സൂര്യൻ എപ്പോഴാ തുടങ്ങാറായോ? മാർച്ചില്. സൂര്യാപഹാരം മുതൽ അനുകൂലമാവും. ശുക്രാപഹാരം നന്നല്ല. ഓക്കെ, വേറെ ബാക്കിയെല്ലാം അനുകൂലമാണ്.